മണിക്കൂറാണ് തെരച്ചിൽ നീണ്ടത്. നമുക്ക് നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നിർഭാഗ്യവശാൽ മുസഫ എന്ന ഒരു സഹോദരൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവം നടന്നത് അയൽക്കാരായ സ്ത്രീകളും അതേപോലെ തന്നെ വൈരങ്കോട്ടേക്ക് പോകുന്ന വേലയുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളും കണ്ടാണ് ഈ വീണ ഡ്രൈവറെ തന്നെ രക്ഷപ്പെടുത്തുന്നത്. നമ്മുടെ സംവിധാനങ്ങൾ വേണ്ടത്ര സന്ദർഭോചിതമായി ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായോ എന്ന് ശങ്കിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നാലും ബോഡി കിട്ടി. വലിയ സാഹസം ഉള്ള ആളുകൾ നമ്മുടെ എയർഫോഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ അവസാനമായി വന്ന ദുരന്ത നിവാരണ സേനയുടെ ആളുകളാണെങ്കിലും വളരെ വലിയ പ്രയത്നം നടത്തിയാണ് നമുക്ക് ലോറി കരക്കടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമ്മളെ എയർഫോഴ്സ് ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഒക്കെ കൈവശം തന്നെ അത്യാവശ്യം വേണ്ട സംവിധാനങ്ങളും സാമഗ്രികളും ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ദുരന്തം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന് ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഒരു കോറിയാണ്. ഈ കോറി ഉള്ളത് തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ സമീപവാസികൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത് അവിടെ ഒരു മതിൽ ഇതൊക്കെ ഉണ്ട്, മാത്രമല്ല റോഡിനോട് ചേർന്നല്ല, ഒരു ചെറിയ അകലം ഇതിനുണ്ട്. പക്ഷേ ഇത് ഇപ്പുറത്തുള്ള ഒരു കോറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രേക്ക് ഡൗൺ ആയ ഒരു ലോറി ഡ്രൈവർ അങ്ങോട്ട് എടുത്തതാണ്. പക്ഷെ അവിടെ ഒരു ഉയരമുള്ളൊരു ഭാഗം കണ്ടപ്പോൾ അങ്ങോട്ട് അതും കവിഞ്ഞ് ലോറി വെള്ളത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു കാരണം. ഇത് ഇത്തരത്തിലുള്ളതിനൊക്കെ കാണുന്ന രീതിയിൽ തന്നെ സ്വകാര്യ വ്യക്തികളാണെങ്കിലും ഇത്തരത്തിലുള്ള കോറികളൊക്കെ എല്ലാം പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്.